വെൽക്കം സ്റ്റുഡൻസ്. നമ്മളിനി റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നമ്മൾ റിഫ്ലക്ഷൻ കഴിഞ്ഞു, അതിൻ്റെ പ്രോബ്ലംസൊക്കെ ചെയ്തു കഴിഞ്ഞു. നൗ വി ആർ ഗോയിങ് ടു മൂവ് ടു റിഫ്രാക്ഷൻ. എന്താണ് റിഫ്രാക്ഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സി, നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ദിസ് ഈസ് വാട്ടർ, ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ട് നിങ്ങളൊരു പെൻസിലോ അങ്ങനെ എന്തെങ്കിലും ഈ വെള്ളത്തിനകത്തേക്ക് പകുതി ഇമേഴ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യു വിൽ അപ്പിയർ ദാറ്റ് ദിസ് പെൻസിൽ ഈസ് ലിറ്റിൽ ബെൻഡ്. ഇങ്ങനെ ബെൻഡ് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും, ഒരല്പം ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കണം. ദാറ്റ് ഈസ് ഡ്യൂ ടു റിഫ്രാക്ഷൻ. അപ്പോൾ ഞാൻ ആ അത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളിലേക്ക് കടക്കാതെ ഞാൻ എന്താണ് റിഫ്രാക്ഷൻ എന്നുള്ളത് പറയാം. റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ, നമ്മൾ ലൈറ്റ് സഞ്ചരിക്കാനായിട്ട് പ്രത്യേകിച്ച് മീഡിയം ഒന്നും ആവശ്യമില്ല. ഏത് മീഡിയത്തിലൂടെയും ലൈറ്റ് കടന്നു പോകും. ഒപ്പേക്ക അല്ലാത്ത ഒരു ബോഡിയിലൂടെ, അല്ലാത്ത ഒരു ഇതിലൂടെ, ഒപ്പേക്ക അല്ലെങ്കിൽ അതിനകത്തുകൂടി ലൈറ്റ് കടന്നു പോകും. അപ്പോൾ ലൈറ്റ് വാക്കത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. വാക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ വാട്ട് വിൽ ബി ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം? സ്പീഡ് ഓഫ് ലൈറ്റ് in vacuum is equal to 3 into 10 raised to 8 meter per second. ഇതൊരു യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് കൂടിയാണ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സി. ഇതൊരു യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം 2.98 സംതിങ്, അങ്ങനെ അതാണ്. ദാറ്റ് ഈസ് 3 into 10 raised to 8 meters. പക്ഷേ ഈ ലൈറ്റിൻ്റെ വെലോസിറ്റി വാക്വത്തിൽ ഇതാണെങ്കിലും വേറൊരു മീഡിയത്തിലൂടെ, ഫോർ എക്സാമ്പിൾ എയർ ഒരു മീഡിയമാണ്, അല്ലെങ്കിൽ ഗ്ലാസ് അത് വേറൊരു മീഡിയമാണ്, അല്ലെങ്കിൽ വാട്ടർ അത് വേറൊരു മീഡിയമാണ്, ഓയിൽ ദാറ്റ് ഈസ് അനദർ മീഡിയം, കെറസിൻ വേറൊരു മീഡിയം. ഇങ്ങനത്തെ ഓരോ മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ചേഞ്ച്. ലൈറ്റിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യും. അതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസ് ആണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്രാക്ഷൻ ഈസ് ആക്ച്വലി കോസ്ഡ് ബൈ ദ റിഡക്ഷൻ ഓഫ് സ്പീഡ് കുറയുന്നത് കൊണ്ട് ഒരു മീഡിയത്തിലോട്ട് ലൈറ്റ് പോകുമ്പോൾ വാക്വത്തിൽ കൂടി പോകുന്നതിനേക്കാൾ കുറവായിരിക്കും ആ ലൈറ്റിൻ്റെ സ്പീഡ്. ആ സ്പീഡ് കുറയുന്നതാണ് ശരിക്കും റിഫ്രാക്ഷന് കാരണം. സോ ഇൻസ്റ്റെഡ് ഓഫ് സി, ഒരു മീഡിയത്തിലൂടെ പോകുമ്പോൾ സിക്ക് പകരം സിയിലും കുറഞ്ഞൊരു വാല്യൂ ആയിരിക്കും ഉണ്ടാകുന്നത്. സിയിൽ കൂടിയൊരു വാല്യൂ ഒന്നിനുമില്ല. അല്ലെ ലൈറ്റിൻ്റെ വെലോസിറ്റി, ലൈറ്റിൻ്റെ സ്പീഡ് അതിൽ കൂടുതൽ ഒരിക്കലും കിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് അതൊരു യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള മീഡിയത്തിലൂടെ, വാക്യൂം അല്ലാതെ വേറെ ഏത് മീഡിയത്തിലൂടെ കിടക്കുമ്പോഴും ഇതിന് സ്പീഡ് കുറയും. അതാണ് റിഫ്രാക്ഷന് കാരണം. അപ്പോൾ ഇനി റിഫ്രാക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, there are medium, we call it as denser medium, optically denser medium. Optically denser medium എന്ന് പറഞ്ഞാൽ വേറൊരു മീഡിയമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. വേറൊരു മീഡിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ എയർ ഒരു മീഡിയമാണ്, വാക്വം വേറൊരു മീഡിയമാണ്. വാക്വത്തിനേലും ഡെൻസറാണ് എയർ, ഒപ്റ്റിക്കലി ഡെൻസറാണ് എയർ. എയറിനേലും ഒപ്റ്റിക്കലി ഡെൻസറാണ് വാട്ടറിനേലും ഒപ്റ്റിക്കലി ഡെൻസറാകും ഒരു ഓയിൽ. അങ്ങനെ അപ്പോൾ ഈ ഡെൻസർ എന്ന് അല്ലെങ്കിൽ റെയറർ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കമ്പാരിസനാണ്, വേറൊന്നുമായിട്ടുള്ള കമ്പാരിസനാണ്. അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കിയതിന് ശേഷം ഇനി നമുക്കൊരു ഇതിലേക്ക് പോകാം. സപ്പോസ് ദിസ് ഈസ് സം വാട്ടർ, ഇതൊരു മീഡിയമാണ്. സോ മേളിൽ എയറും, അങ്ങനെ വരുമ്പോൾ മേളിൽ എയർ, ദിസ് ഈസ് വാട്ടർ. ഇനി നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഒരു ബീം ഓഫ് ലൈറ്റ്, നേരത്തെ നമ്മൾ റിഫ്ലക്ഷനിലൊക്കെ കണ്ട പോലെ ഒരു ബീം ഓഫ് ലൈറ്റ് ഇങ്ങോട്ട് വരുന്നതായിട്ട് ചിന്തിക്കുക. ഇറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ ദിസ് മീഡിയം വാട്ടർ. സോ ദിസ് ഈസ് ദ ഇൻസിഡൻറ്റ് റേ. ഒന്ന് എയർ ഒന്ന് വാട്ടറാണ്. അപ്പോൾ എയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഈസ് ഡെൻസർ മീഡിയം. നിങ്ങളുടെ കെമിസ്ട്രിയിലെ ഡെൻസിറ്റി ആയിട്ട് ഇതിന് വലിയ ബന്ധമൊന്നുമില്ല. ദാറ്റ് ഈസ് വൈ ഐ ആം കോളിങ് ഇറ്റ് ഈസ് ഒപ്റ്റിക്കലി ഡെൻസർ. ഒപ്റ്റിക്സ് പഠിക്കുമ്പോൾ അത് ഡെൻസറായിട്ട് കാണാം. ആ ഡെൻസർ മീഡിയത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ഇപ്പോൾ നമ്മൾ പഠിക്കും.
So this is a denser medium. When compared to this medium, this is a rarer medium. Rarer medium. Air. ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇതിനൊരു ചെറിയ ബെൻഡിങ് വരും. ഇറ്റ് വിൽ ബെൻഡ്. ആ ബെൻഡിങ്ങിനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ റിഫ്രാക്ഷൻ ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ബെൻഡിങ് ഓഫ് റേസ് ഡ്യൂ ടു ദ റിഡക്ഷൻ ഓഫ് ഓർ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ഇറ്റ്സ് സ്പീഡ്. ലൈറ്റിൻ്റെ വെലോസിറ്റിയുടെ ഇത് കുറയുന്നത് കൊണ്ട്, ആ വെലോസിറ്റി കുറയുന്നത് കൊണ്ട് അത് ബെൻഡ് ചെയ്യും. ആ ബെൻഡിങ്ങിനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ നോർമൽ വരയ്ക്കണം പഠിക്കാനുള്ള സൗകര്യത്തിന്. സോ ദിസ് വിൽ ബി ദ നോർമൽ. ഇപ്പോൾ ഇതാണ് വാട്ടർ സർഫസ് എങ്കിൽ ദിസ് വിൽ ബി ദ നോർമൽ. ഇതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ് നോർമൽ. റേ വന്ന് വീഴുന്നത് ഇങ്ങനെയാണ്. So let it make an angle I. This is called angle of incidence. ഇവിടെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ റേ ഒന്ന് ബെൻഡാവും. ഈ റേ ശരിക്കും എങ്ങനെയാണ് പോകേണ്ടത്? ഇങ്ങനെ നേരെ പോകേണ്ടതാണ്. വെള്ളം ഇല്ലായിരുന്നെങ്കിൽ നേരെ പോകേണ്ടതാണ്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇറ്റ് വിൽ ബെൻഡ് ലിറ്റിൽ. ഇങ്ങനെ അങ്ങോട്ട് ബെൻഡായി പോകും. സോ ഇതാണ് നോർമൽ. This is the normal. അപ്പോൾ നോർമലുമായിട്ട് ഇറ്റ് വിൽ മേക്ക് ആൻ ആംഗിൾ. ദിസ് ഈസ് ആർ. ദിസ് ആംഗിൾ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ ആംഗിൾ ഐ ഈസ് ദ ആംഗിൾ ഐ ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഈ പ്രോപ്പർട്ടിയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി മൈ ക്വസ്റ്റ്യൻ ഈസ് ദിസ്: എന്തുകൊണ്ടാണ് സ്പീഡ് കുറയുന്നത്? എന്തുകൊണ്ടാണ് ബെൻഡ് ചെയ്യുന്നത്? ഇനി അതിലേക്ക് വരുന്നതിന് മുമ്പ് വേറൊരു തമാശ പറയാം. സപ്പോസ് എ ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഇൻ ദിസ് ഡയറക്ഷൻ, ദർ ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു 0. ഒരു ലൈറ്റ് ബീം ഇങ്ങനെ വരുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അത് നേരെ ഇതിലൂടെ തന്നെ പോവുകയും ചെയ്യും. അവിടെ ബെൻഡിങ് നടക്കില്ല. ബെൻഡിങ് നടക്കുന്നത് നോർമലുമായിട്ട് അത് ഒബ്ലീക്കാണെങ്കിൽ മാത്രമേ, ചരിഞ്ഞ് വീഴുന്ന ലൈറ്റ് റേസ് മാത്രമേ ബെൻഡ് ചെയ്യുള്ളൂ. ബാക്കിയുള്ളത് ബെൻഡ് ചെയ്യില്ല. അപ്പോൾ സ്പീഡ് കുറയില്ലേ എന്ന് ചോദിക്കാം. സ്പീഡ് കുറയും, ബെൻഡ് ചെയ്യില്ല. അതാണ് പ്രത്യേകത. ലൈറ്റിൻ്റെ പ്രത്യേകത. നോർമലായിട്ട് വരുന്നൊരു റേ ആണെങ്കിൽ പാരലൽ ടു ദ നോർമൽ, നേരെ ഇതിപ്പോൾ വാട്ടറിൻ്റെ സർഫസ് ആണെന്നിരിക്കട്ടെ, നേരെ ഇങ്ങനെ വീഴുന്നത് നേരെ തന്നെ താഴ്ത്തോട്ട് പോകും. അത് ബെൻഡ് ചെയ്യുകയൊന്നുമില്ല. പക്ഷേ സ്പീഡ് ചേഞ്ചസ്. സ്പീഡ് എപ്പോഴും ചേഞ്ച് ചെയ്യും, ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് വന്ന്. സോ നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം, ഇങ്ങനെ പോകേണ്ട ലൈറ്റ് റേ ഇങ്ങോട്ട് ഇത്തിരി ബെൻഡ് ചെയ്ത് ഏത് സൈഡിലോട്ടാണ്? നോർമലിൻ്റെ സൈഡിലേക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. വെൻ ലൈറ്റ് പാസസ് ഫ്രം എ റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം, it will bend towards the normal. ഒന്നുകൂടി കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ, when a beam of light incident obliquely on a medium coming from a rarer medium and incident obliquely on a denser medium, then the light beam will get bended towards the normal. അപ്പോൾ അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. റിഫ്രാക്ഷൻ്റെ കണ്ടീഷൻ ഇതാണ്: when a light beam incident obliquely from a rarer medium to a denser medium, then the light beam will bend
towards the normal. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ റിഫ്രാക്ഷൻ്റെ. ഡെൻസർ ലെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് കിടക്കുമ്പോൾ അത് നോർമലിൻ്റെ സൈഡിലേക്കൊന്ന് ബെൻഡാകും. സോ ഇറ്റ് വിൽ മൂവ് ലൈക്ക് ദിസ്. ഇനി തിരിച്ചാണെന്ന് ചിന്തിക്കുക. തിരിച്ചുള്ള കേസ് എങ്ങനെ പഠിക്കാമെന്ന് വെച്ചാൽ, സപ്പോസ് ദിസ് ഈസ് എ വാട്ടർ ടബ്, വെള്ളം നിറച്ച ടബാണെന്നിരിക്കട്ടെ. ഇവിടെ ഒരു കോയിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നിരിക്കട്ടെ. അതിൻ്റെ അടിയിൽ ഒരു കോയിൻ, നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി ആയിട്ടൊക്കെ അത് പറയുന്നുണ്ട്, ഒരു കോയിനോ അല്ലെങ്കിൽ ഒരു ചെറിയ ലൈറ്റ് കത്തുന്ന എന്തെങ്കിലും ഒരു ചെറിയ LED ബൾബോ അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടെന്നിരിക്കട്ടെ. അതിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ കേസ്, അപ്പോൾ ഇത് ഡെൻസർ മീഡിയമാണ്, ഇത് റെയറർ മീഡിയമാണ്. ഇവിടെ നിന്നൊരു ലൈറ്റ് ബീം ഇങ്ങനെ പോകാനായിട്ട് ചിന്തിക്കുക. വെൻ ഇറ്റ് റീച്ചസ് ദ സർഫസ് ഓഫ് ദ റെയറർ മീഡിയം, അതിൻ്റെ ആ ജംഗ്ഷനിലെത്തുമ്പോൾ ഇതെന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇതാണ് നോർമൽ. നോർമലിൽ നിന്ന് അകന്ന് ഇതിങ്ങ് പോരും, ഇങ്ങനെ ബെൻഡ് ചെയ്യും. മനസ്സിലായോ? വെൻ എ ലൈറ്റ് ബീം എൻ്റർ ഫ്രം എ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, ദെൻ the light will deviate away from the or bend away from the normal. തിരിച്ചായിരിക്കും സംഭവിക്കുക. മനസ്സിലായോ? അപ്പോൾ ഇതായിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനാവും. മനസ്സിലായോ? അതായത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ദ ലൈറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് വരുമ്പോൾ ഇറ്റ് വിൽ ബെൻഡ് ടുവേഴ്സ് ദ നോർമൽ. ഇത് രണ്ട് കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. സോ സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് വെൻ എ ലൈറ്റ് ബീം ഈസ് ഇൻസിഡൻറ്റ് ഒബ്ലീക്കലി, അവിടെ ഒബ്ലീക്കായിട്ട് തന്നെ, അല്ലാതെ ഇവിടെ നിന്നൊരു ലൈറ്റ് ബീം പോണത് നേരെ അങ്ങോട്ട് പോവുകയും ചെയ്യും, എങ്ങും ചരിയൊന്നുമില്ല. ഒബ്ലീക്കലി ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റെയറർ മീഡിയം, then the light beam will bend away from the normal. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദ മീഡിയം. ഞാൻ രണ്ട് പടം വരയ്ക്കാനുള്ള മടി കൊണ്ട് ചെയ്തതാണ് ഇങ്ങനെ. ഇവിടെ നിന്നൊരു ലൈറ്റ് ബീം പോയി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. അപ്പോൾ ഇതാണ് റിഫ്രാക്ഷൻ്റെ ഒരു പാഠം പഠിക്കാനുള്ളത്. ഓക്കെ, ഇത് രണ്ടും ഒന്ന് എഴുതിയെടുക്കുക. ഇനി ദർ ഇസ് എ ലോ കോൾഡ് സ്നെൽസ് ലോ. സ്നെൽസ് ലോ പറയുന്ന ഇതാണ്. ഇവിടെ നമുക്ക് ആദ്യത്തെ പടം തന്നെ എടുക്കാം. സ്നെൽസ് ലോ പറയുന്ന ഇതാണ്. ഒരു ലൈറ്റ് ബീം ഒരു മീഡിയത്തിലോട്ട് കടക്കുകയും അത് ഒബ്ലീക്കായിട്ട് കണക്ട് ചെയ്യും, അപ്പോഴും ഒബ്ലീക്നെസ് വരണം, ഒബ്ലീക്കായിട്ട് ഒബ്ലീക്കായിട്ട് വന്ന് ഇൻസിഡൻറ്റ് ആകുകയും ചെയ്താൽ ദാറ്റ് വിൽ ബെൻഡ് ഡ്യൂ ടു റിഫ്രാക്ഷൻ. അപ്പോൾ ആ ആംഗിളിനെ നോർമലുമായിട്ട് ഇൻസിഡൻറ്റ് റേ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഐ. ആൻഡ് വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ? ഇറ്റ് ഈസ് ദ റിഫ്രാക്റ്റഡ് റേ മേക്കിംഗ് വിത്ത് ദ നോർമൽ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. സോ ഈ ഐയും ആറും തമ്മിൽ റിഫ്ലക്ഷൻ്റെ കേസിൽ നമ്മൾ എന്താ പഠിച്ച ഐ ഈസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞൊരു ഫോർമുല പഠിച്ചില്ലേ, അതേപോലെ ഇത് തമ്മിൽ ദർ ഈസ് എ റിലേഷൻ ആൻഡ് ദാറ്റ് റിലേഷൻ ഈസ് കോൾഡ് സ്നെൽസ് ലോ. So what Snell's law says is that
sine of the angle, sine I, sine of the angle of incidence divided by the sine of the angle of refraction will be a constant. Will be a constant. Sin I by sin R is equal to a constant. ആ കോൺസ്റ്റൻറ്റിന് ഒരു പേര് പറയും, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, പുതിയ പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതുകൊണ്ടും തീർന്നില്ല. ദിസ് ഈസ് മീഡിയം നമ്പർ 1, ദിസ് ഈസ് മീഡിയം നമ്പർ 2. 1ൽ നിന്ന് 2ലേക്ക് പോവുകയാണ്. മീഡിയം 1ൽ നിന്ന് 2ലേക്ക് പോകുമ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ, angle of incidence by sine of the angle of incidence by sine of the angle of refraction will be equal to a constant, and that constant is called a refractive index of medium 2 with respect to medium 1. മീഡിയം 1നെ അപേക്ഷിച്ച് മീഡിയം 2ൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു പുതിയ കൺസെപ്റ്റ് കൊണ്ടുവരികയാണ്. ഇറ്റ് ഈസ് കോൾഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വെൻ കമ്പയർഡ് ടു 1. ഒന്നിനെ അപേക്ഷിച്ച് രണ്ടിൻ്റെ റിഫ്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതൊരു ഇൻഡെക്സാണ്, എന്തുമാത്രം ചരിയും എന്നുള്ള, അല്ലെങ്കിൽ എന്തുമാത്രം അകലും എന്നുള്ളത്. സോ ദാറ്റ് ഈസ് കോൾഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1. അതാണ് സൈൻ ഐ ബൈ സൈൻ ആർ, ഓർ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു, ഇത്രയൊന്നും എഴുതണ്ട, ആ കോൺസ്റ്റൻറ്റിന് പല ടെക്സ്റ്റിൽ എൻ എന്ന് എഴുതും, ചില അധ്യാപകർ എൻ എന്ന് പഠിപ്പിക്കും, ചില അധ്യാപകർ മ്യൂ എന്ന് പഠിപ്പിക്കും, ചില ടെക്സ്റ്റിൽ മ്യൂ എന്നൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും മ്യൂ ആണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ. എന്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു 1. Sin I by sin R is equal to mu refractive index of the medium 2 with respect to 1. എയറിൽ നിന്ന് വാട്ടറിലോട്ടാണ് വരുന്നതെങ്കിൽ sin I by sin R will be equal to refractive index of water with respect to air. ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം, നിങ്ങൾക്കറിയോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് എന്ന് നിങ്ങളങ്ങനെ പഠിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല, നിങ്ങളുടെ ചെറിയ ക്ലാസ്സിലൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ കണ്ടിട്ടില്ല. So I will tell you one thing. സപ്പോസ് ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് ആണെന്നിരിക്കട്ടെ. ഈ ലൈറ്റിൽ നിന്ന് വേവായിട്ടാണ് ലൈറ്റ് വരുന്നതെന്ന് ചിന്തിക്കുക. അപ്പോൾ ഈ ഒരു വേവ് വരാനെടുക്കുന്ന സമയം 1 സെക്കൻഡാണെന്നിരിക്കട്ടെ. ഒരു സോഴ്സിൽ നിന്ന് ഒരു വേവ് ഇങ്ങനെ പോരുകയാണ്. ആ വേവ് 1 സെക്കൻഡിൽ ഒരു വേവ് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ വേവ് ലെങ്ത് ലാംഡ ആണെന്നിരിക്കട്ടെ. ഒരു വേവിൻ്റെ ലെങ്ത് ലാംഡ. അപ്പോൾ 1 സെക്കൻഡിൽ ഈ വേവ് എത്ര ഇവിടെ നിന്ന് ഇങ്ങനെ പുറപ്പെടുന്നതായിട്ട് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി എത്രയാണ്? ഈ വേവിൻ്റെ ഇത് ലാംഡ ദൂരം സഞ്ചരിച്ചു 1 സെക്കൻഡ് കൊണ്ട്. ടൈം എന്ന് പറയുന്നത് 1 സെക്കൻഡാണ്. അപ്പോൾ വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് എസ് ബൈ ടി ഇസ് ഈക്വൽ ടു ലാംഡ ബൈ 1 ഇസ് ഈക്വൽ ടു ലാംഡ. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി ലാംഡയായി. ഇനി ഈ സോഴ്സിൽ നിന്ന് യു ഇമാജിൻ ദാറ്റ് ഒരെണ്ണത്തിന് പകരം 2 വേവ് വന്നിട്ടുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഇതും ലാംഡയാണ്. അപ്പോൾ 2 ലാംഡയാണ് ഇത് സഞ്ചരിച്ചത് 1 സെക്കൻഡ് കൊണ്ട്. അപ്പോൾ വെലോസിറ്റി എത്രയായിരിക്കും? ഡിസ്റ്റൻസ് ട്രാവൽഡ് 2 ലാംഡ ബൈ 1 സെക്കൻഡ് 1. രണ്ടാമത്തെ കേസിൽ 2 ലാംഡ. മൂന്നാമത്തെ കേസിൽ 3 വേവ് വന്നപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 3 ലാംഡ. 1 സെക്കൻഡിലാണ് ഇതെല്ലാം വന്നതെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു സാധനം. ഇനി 1 സെക്കൻഡിൽ 10 എണ്ണം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് 10 വേവ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? 10 ലാംഡ. ഇതിലെന്താണ് 1 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 10 എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് വേവ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വേവുകളുടെ എണ്ണമാണ് എന്ത് പറയുക? ഈ 1, 2, 3 എന്ന് പറയുക. അതേ ഇൻറ്റു വേവ് ലെങ്ത് ആണ് എപ്പോഴും വെലോസിറ്റി. 2 വേവ് വന്നപ്പോൾ 2 ഇൻറ്റു ലാംഡ, 3 വേവ് വന്നപ്പോൾ 3 ഇൻറ്റു ലാംഡ, 10 വേവ് വന്നപ്പോൾ 10 ഇൻറ്റു ലാംഡ. ഓർ ഇൻ ജനറൽ വി ക്യാൻ റൈറ്റ് വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ, where f is the number of waves coming in 1 second. That is called frequency.
ഫ്രീക്വൻസി. അത് അവിടെ പറഞ്ഞ് നിൽക്കട്ടെ. അപ്പോൾ വേവ് ലെങ്തും ഇത് വേവ് ലെങ്ത് ഓഫ് ദ വേവ് ലെങ്ത്, ഇത് ഫ്രീക്വൻസി, ഇത് വെലോസിറ്റി. വെലോസിറ്റിയും വേവ് ലെങ്തും ഫ്രീക്വൻസി ആയിട്ടുള്ള ഫോർമുല എന്താണ്? V = f⁻. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഇല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയാൽ മതി. നൗ ലൈറ്റ് ഈസ് ഓൾസോ എ വേവ്. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം പലരും നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളാരും ചിന്തിക്കാത്തൊരു മേഖലയിലെ കാര്യമാണ്. അതായത് ലൈറ്റ് ഒരു വേവാണ്. സോ ഇറ്റ്സ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു f⁻. അപ്പോൾ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് കയറുമ്പോൾ എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? സ്പീഡ് ഓഫ് ലൈറ്റ് ചേഞ്ചസ്. സ്പീഡ് V ചേഞ്ച് ചെയ്യും. ഒരു മീഡിയത്തിൽ V1 ആണെങ്കിൽ വേറൊരു മീഡിയത്തിൽ V2 ആണ്. അപ്പോൾ V2 കയറുമ്പോൾ അത് ഡെൻസർ മീഡിയം ആണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കുറയുകയാണെന്ന് അർത്ഥം. അങ്ങനെ കുറഞ്ഞാൽ, വെലോസിറ്റി കുറഞ്ഞാൽ ഇതിൽ ഒന്നെങ്കിൽ വെലോസിറ്റി മാറിയാൽ F അല്ലെങ്കിൽ ലാംഡ മാറണം. മനസ്സിലായോ? അപ്പോൾ V കുറഞ്ഞാൽ അല്ലെങ്കിൽ V ചേഞ്ച് ചെയ്യുമ്പോൾ F മാറുമോ ലാംഡ മാറുമോ, അതോ രണ്ടും കൂടി മാറുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റിഫ്രാക്ഷൻ നടക്കുമ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് വരുമ്പോൾ സ്പീഡ് കുറയുന്നതിനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ആ ബെൻഡിങ്ങിനെയും കൂടിയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സ്പീഡ് കുറയുമെന്ന് പറഞ്ഞു, പക്ഷേ സ്പീഡിന് നമുക്കൊരു ഫോർമുലയുണ്ട്, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, വെലോസിറ്റി കുറയും, സ്പീഡ് കുറയുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ F ആയിരിക്കുമോ ലാംഡ ആയിരിക്കുമോ കുറയുന്നത് എന്നാണ് ചോദ്യം. ഒന്നും കൂടാൻ വഴിയില്ല. കാര്യം എന്താ? വെലോസിറ്റി കുറയുകയാണ് ചെയ്ത്. അപ്പോൾ ലാംഡ കുറയുമോ ഫ്രീക്വൻസി കുറയുമോ, വേവ് ലെങ്ത് കുറയുമോ ഫ്രീക്വൻസി കുറയുമോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ആ ചോദ്യം നിങ്ങൾക്ക് വലിയ ക്ലാസ്സിലും പ്രയോജനപ്പെടും. വലിയ ക്ലാസ്സിലും പ്രയോജനപ്പെടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ് ഈസ് ദ വേവ് ലെങ്ത് ദാറ്റ് ചേഞ്ചസ്. ലാംഡയാണ് ചേഞ്ച് ചെയ്യുന്നത്, നോട്ട് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യില്ല. ഫ്രീക്വൻസി വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ് ആൻഡ് ഫ്രീക്വൻസി ഡിറ്റർമിൻസ് ദ കളർ ഓഫ് ദ ലൈറ്റ്. ഫ്രീക്വൻസിയാണ് കളറിൻ്റെ ലൈറ്റിൻ്റെ കളറിനെ നിശ്ചയിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു ഗ്ലാസ് എടുത്ത് വയ്ക്കുക, നല്ല കട്ടിയുള്ളൊരു ഗ്ലാസ് എടുക്കുക, ഒരു ഗ്ലാസ് സ്ലാബ് വലിയ കട്ടിയുള്ള. നിങ്ങൾ അതിനകത്ത് കൂടി ഒരു പച്ച ലൈറ്റ് അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനെ ഇങ്ങനെ നോക്കുകയാണ്. റിഫ്രാക്ഷനിലൂടെ ഇതിനകത്ത് കടന്നു വരുമ്പോൾ ലൈറ്റ് വേവ് ഞാൻ കണ്ണിനോട് ചേർത്ത് വെച്ചാണ് നോക്കുന്നതെന്ന് വിചാരിക്കുക. പിന്നെ എയറിലോട്ട് കയറുന്നില്ല, എൻ്റെ നേരെ കണ്ണിലേക്കാണ്. അപ്പോൾ റിഫ്രാക്ഷൻ മൂലം അതിൻ്റെ സ്പീഡ് കുറയും. അതിൻ്റെ സ്പീഡ് കുറഞ്ഞിട്ട് ഫ്രീക്വൻസിയാണ് കുറയുന്നതെങ്കിൽ എനിക്ക് ആ ചുവപ്പ് ലൈറ്റ് പിന്നെ പച്ചയായിട്ട് കാണണം, അല്ലെങ്കിൽ പച്ച ലൈറ്റ് ചുവപ്പായിട്ട് കാണണം, അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് കാണണം. അങ്ങനെ കാണാറില്ലല്ലോ നമ്മൾ. അതുകൊണ്ട് തന്നെ it is the frequency, it is the wavelength that changes and not the frequency. It is the wavelength that changes. ഓക്കെ, ഇത് പലയിടത്തും പറഞ്ഞ് കേട്ടിട്ടില്ല ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പലർക്കും സംശയം വരുന്നുണ്ട് ഇതിലേത് ചേഞ്ച് ചെയ്യുമെന്നുള്ള. നിങ്ങൾ നെറ്റിലൊക്കെ നോക്കിയാൽ കാണാം, ഒത്തിരി പേര് ഈ സംശയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ദ വേവ് ലെങ്ത് ദാറ്റ് ചേഞ്ചസ്, നോട്ട് ദ ഫ്രീക്വൻസി. ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുമ്പോൾ കളർ മാറിപ്പോവും. അങ്ങനെയാണെങ്കിൽ കളർ മാറുമായിരുന്നെങ്കിലുള്ള സ്ഥിതി എന്താണെന്നറിയുക? നിങ്ങളുടെ ലെൻസുകളൊക്കെ ഇനി പഠിക്കുക. ലെൻസൊക്കെ ഗ്ലാസ്സാണ്, റിഫ്രാക്ഷൻ നടക്കും. അപ്പോൾ പുറത്തോട്ട് വരുമ്പോൾ വേറെ കളറിൽ വരും. ചുവപ്പ് ലൈറ്റ് പിടിച്ചാൽ മഞ്ഞ കളർ പുറത്തോട്ട് വരുന്ന പോലെ തോന്നുന്നു. അങ്ങനെ വരില്ല ഒരിക്കലും. സോ ഇത്രയും കാര്യം നിങ്ങൾ റിഫ്രാക്ഷനിൽ പഠിക്കുക. ഈ റിഫ്രാക്ഷൻ നടക്കുന്നത് സ്പീഡ് കുറയുന്നതുകൊണ്ടാണ്. ആ സ്പീഡ് കുറയുന്നത് വേവ് ലെങ്താണ് കുറയുന്നത്, ഫ്രീക്വൻസി റിമെയിൻ കോൺസ്റ്റൻറ്റ്. ആ സ്പീഡ് കുറയുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എഴുതിയേക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, സ്പീഡ് കുറയുന്നത് എനിക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഒരു റോട്ടിൽ കൂടി നടന്നു പോയിട്ട് അപ്പോൾ നല്ല സ്പീഡ് നടക്കുകയാണ്. നമുക്ക് പിന്നെ ഒരു ചതുപ്പ് നിലത്ത് കൂടിയാണ് നടക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ സ്പീഡ് സാധാരണയായിട്ട് കുറയും. അതുപോലെ തന്നെയാണ് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോരുമ്പോൾ ഇത് സ്പീഡ് കുറയുന്ന. നോ ബട്ട് വൈ ഇറ്റ് ബെൻസ്? അത് ഒബ്ലീക്കായിട്ട് വീഴുമ്പോൾ ബെൻഡ് ചെയ്യുകയും ചെയ്യും, നോർമലി കൂടി വരുമ്പോൾ ബെൻഡിങ് ഇല്ലാതെയും വരും. അതെന്താണ് കാര്യം എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ ആ റീസൺ പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.